അച്ഛനും അമ്മയും മകളുമാണ് അവിടെ ചേതനയേറ്റ ശരീരമായി കിടക്കുന്നത്. അതും മറ്റൊന്നുമില്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളോ എന്തെങ്കിലും ദുരന്തങ്ങളോ ഒക്കെ വന്നു ചേർന്നാണെങ്കിൽ അങ്ങനെ സഹിക്കാം. ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നൊരു വൈകുന്നേരം ഒരാൾ വന്ന് അടിച്ചു കൊല്ലുകയാണ് 3 പേരെയും എന്ന് പറയുന്നതിന് അതിൻ്റെ നടുക്കത്തിൽ നിന്ന് ആ കുട്ടികൾക്കൊക്കെ ഇനി വിട്ടുമാറി തിരികെ എത്തുക എന്ന് പറയുന്നത് എത്രമാത്രം സമയമെടുക്കുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും അവർ ഒട്ടും പ്രതീക്ഷിക്കാതെ വളരെ അപ്രതീക്ഷിതമായിട്ട് വീട്ടിലേക്ക് കടന്നെത്തുന്നു, തലക്കടിച്ച് കൊലപ്പെടുത്തുന്നു. അത് അതിദാരുണമായി അവരെ കൊലപ്പെടുത്തിയിരിക്കുകയാണ്. നമുക്ക് കാണാം, അതിവൈകാരികമായ ദൃശ്യങ്ങളാണ്. എങ്ങനെ ആ കുഞ്ഞുങ്ങൾ സഹിക്കും, ആ വീട്ടുകാർ സഹിക്കും എന്നുള്ളതാണ്. കൂട്ടക്കൊലയിൽ ആ ഒരു നടുക്കം എത്രമാത്രമാണുള്ളത്. ഇതിനിടയിൽ ഒരാൾ ആശുപത്രിയിലുണ്ട്. ഇപ്പോഴും ജിതിൻ ആശുപത്രിയിൽ തന്നെ തുടരുകയാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥയും അതീവ ഗുരുതരം തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്, പങ്കുവയ്ക്കാനുള്ള. വെന്റിലേറ്റർ സപ്പോർട്ടിലൊക്കെ ആയിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അതിൻ്റെയും ഒരു വേദനയൊക്കെ ഉണ്ട്. ആ കുട്ടികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം, നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു തീരാവേദനയായി മാറുകയാണ്. വേണു, ഒപ്പം തന്നെ ഉഷ, വിനിഷ 3 പേരും ഒരു തീരാവേദനയായി ആ നാട്ടിനൊക്കെ മാറുകയാണ്. ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഈ തീർത്തും ദുരന്ത വാർത്ത, അല്ലെങ്കിൽ ഈ അക്രമത്തിൻ്റെ വാർത്ത, നടുക്കുന്ന കൂട്ടക്കൊലപാതകത്തിൻ്റെ വാർത്ത നമ്മളെ തേടിയെത്തുന്നത്. ആദ്യ വാർത്ത വന്ന് ആ സമയത്ത് തന്നെ ഈ മരണമെന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു സ്ഥിരീകരിക്കപ്പെട്ടത്. പിന്നീട് ഒരാളുടെ നില ഗുരുതരമാണെന്നുള്ള വിവരം അറിയുകയുമായിരുന്നു. ഇപ്പോൾ വിഷ്ണു തുടരുന്നുണ്ട്. വിഷ്ണു, സംസ്കാരം അല്പസമയത്തിനകം തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി നമുക്കറിയേണ്ടത് മറ്റൊരു കാര്യം, ജിതിൻ്റെ ആരോഗ്യനിലയിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? ആശുപത്രിയിൽ നിന്ന് ഏതെങ്കിലും ആശ്വാസം നൽകുന്ന തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ജിതിൻ്റെ ആരോഗ്യനിലയിലും ഇപ്പോൾ വലിയ ഒരു പുരോഗതി ഉണ്ട് എന്നുള്ളൊരു വിവരം നമുക്ക് ലഭിക്കുന്നില്ല. ഇപ്പോഴും ആ ഒരു ക്രിട്ടിക്കലായി തന്നെ തുടരുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് ഒരു സർജറിക്കെല്ലാം വിധേയനായിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ എന്തെങ്കിലും തരത്തിലുള്ളൊരു അപ്ഡേറ്റ് ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയുള്ളൂ. നിലവിൽ ഒരു സർജറി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ ഗുരുതരമായി ഏറ്റവും അവസാനമാണ് ഋതു ജിതിനെ ആക്രമിച്ചതെന്ന് പറയുന്നു. ഇവരെ കൊണ്ടുപോകുമ്പോൾ മറ്റു 3 പേരും മരിച്ച നിലയിൽ തന്നെയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നതിന് ശേഷം ഗുരുതരമായ പരിക്കുകളോടെയാണ് ജിതിനെ ഇവിടെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. ഇപ്പോഴും അതേ നിലയിൽ തന്നെ തുടരുന്നു. ന്യൂറോ ICUയിലാണ് ഇപ്പോൾ നിലവിൽ ജിതിനെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ ഇപ്പോൾ പൊതുദർശനം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. 3:30 3 മൃതദേഹങ്ങളും ഈ ദർശനത്തിനായി ഇവിടേക്ക് എത്തിച്ചത്. അതിനുശേഷം ഏകദേശം ഒരു 4:30 ഇവിടെ നിന്ന് സഹോദരിയുടെ വീട്ടിലാണ് ഇപ്പോൾ മൃതദേഹം എത്തിച്ചിരുന്നതാണ് മനസ്സിലാക്കുന്നത്. തൊട്ടടുത്ത് തന്നെയാണോ വീടും? അല്പം മാറി ദൂരത്ത് ആയിട്ടാണ്, അതായത് ഈ പറവൂർ ചേന്നമംഗലം പഞ്ചായത്തിൻ്റെ തന്നെ കീഴിൽ വരുന്ന കരിമ്പാടം എന്നുള്ള ഒരു പ്രദേശത്താണ് ഈ ഉഷയുടെ സഹോദരിയുടെ വീട്. ആ വീട്ടിലോട്ടാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്കറിയാം, ഇന്നലെ ആക്രമണം നടന്ന വീട്ടിൽ അത്തരത്തിലൊരു പൊതുദർശനമോ അതിനൊന്നും പറ്റിയ ഒരു സാഹചര്യമല്ല. ക്രൈം സീനാണ്. അതിൻ്റെ പേരിൽ തന്നെയാണ് ഇപ്പോൾ ഉഷയുടെ സഹോദരിയുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെയാണിപ്പോൾ പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങൾ പുരോഗമിച്ച് വരുന്നത്. ഏതായാലും സംസ്കാരം അല്പം മാറി, ഇവിടെ നിന്നും കുറച്ചും കൂടി ദൂരം മാറി മുരുക്കുംപാടത്തുള്ള ഒരു പൊതു ശ്മശാനത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതിനായി അല്പസമയത്തിനകം ഒരു 4:30 തന്നെ നമുക്കറിയാം പോസ്റ്റ്മോർട്ടം അടക്കമുള്ള ഇതിൻ്റെ അതിദാരുണമായിട്ടായിരുന്നു ഈ 3 പേരുടെയും കൊലപാതകം നടന്നത്. അതിനുശേഷം ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികളും പൂർത്തിയായപ്പോൾ അധികം നേരം മൃതദേഹം ഇത്തരത്തിൽ വയ്ക്കുന്നതിനുള്ള ഒരു പരിമിതിയുണ്ട്. അപ്പോൾ അതെല്ലാം കൊണ്ട് തന്നെ അധികം താമസിക്കാതെ ഒരു 4:30 ഇവർ ഇവിടെ നിന്ന് മൃതദേഹങ്ങൾ സംസ്കരിക്കാനായി അവിടേക്ക് കൊണ്ടുപോകും എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്നലെ വൈകിട്ട് വളരെ സന്തോഷത്തോടെ കഴിഞ്ഞു പോയിരുന്ന ഒരു കുടുംബമാണ്. ജിതിനും വിദേശത്തായിരുന്നു. ഒരു ചികിത്സയുടെ ഭാഗമായി വിദേശത്തുള്ള ജോലി മതിയാക്കി നാട്ടിലോട്ട് എത്തി അവർ സന്തോഷപൂർവ്വം കഴിഞ്ഞു വരുന്ന ഒരു കുടുംബത്തിൻ്റെ ഇടയിലേക്കാണ് ഇന്നലെ ഋതു എന്ന 28-കാരൻ അപ്രതീക്ഷിതമായി തൻ്റെ കൊലക്കൈകളുമായി എത്തി ആ കുടുംബത്തെ മൊത്തത്തിൽ ഇല്ലാതാക്കുന്ന ഒരു തരത്തിലോട്ട് മാറിയത്. നമുക്കറിയാം 4 പേര്, അച്ഛനും അമ്മയും മകളും മകളുടെ ഭർത്താവും അതുപോലെ 2 പെൺകുട്ടികളും
വളരെ ചെറിയ പ്രായത്തിലുള്ള കുഞ്ഞു മക്കളാണ്. അവരെ ബാക്കിയാക്കി എന്നുള്ളത് മാത്രമേ ഇതിലുള്ളൂ. പക്ഷേ അവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ ആ കുട്ടികളെ കാണാം. അവരെ ആശ്വസിപ്പിക്കാനായിട്ട് പാടുപെടുന്ന ബന്ധുക്കളെയും കാണാം. ഈ അമ്മയും അതുപോലെ മുത്തശ്ശനും അമ്മൂമ്മയും എല്ലാം ഇങ്ങനെ ജീവനറ്റ് കിടക്കുന്നത് കണ്ട് വാവിട്ട് നിലവിളിക്കുന്ന ഒരു നിലയിലാണ് ഇപ്പോൾ കുട്ടികളുമുള്ളത്. അവർക്കും ഇത് എങ്ങനെ ഉൾക്കൊള്ളണം, അവർ നേരിട്ട് കണ്ട ഒരു കാഴ്ച കൂടിയായിരുന്നു. അതിനെല്ലാം മറികടക്കേണ്ട ഒരു കാര്യവും ഇപ്പോൾ ഉണ്ട്. അതിനെ മറികടക്കാൻ ആ കുട്ടികൾക്ക് ആവണമെന്നുള്ളതാണ്. പക്ഷേ അതിനുള്ളൊരു പ്രായമോ പക്വതയോ ഒന്നുമായിട്ടുള്ള, നമുക്ക് കളിച്ചു വളർന്ന് നടക്കുന്ന ഒരു പ്രായം, ഏറി വന്ന ഒരു 10 വയസ്സിൽ താഴെ മാത്രമാണ് 2 പെൺകുട്ടികൾക്കും പ്രായമുള്ളത്. അപ്പോൾ അവർ കളിച്ച് നടക്കേണ്ട ഒരു പ്രായത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വലിയ ദുരന്തം അവരെ തേടിയെത്തിയിരിക്കുന്നത്. ഇപ്പോൾ അവരുടെ അച്ഛനും ഇതൊന്നും അറിയാതെ, ഇതെന്താണ് സംഭവിക്കുന്നതെന്നും അറിയാതെ ഒരു ബോധമില്ലാത്ത അവസ്ഥയിൽ ആശുപത്രിയിൽ മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്നു. ഒരു തരത്തിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ മനുഷ്യ മനസ്സിൽ ഇത് എങ്ങനെ സാധിക്കുമെന്നുള്ളൊരു ചോദ്യം ഇത് കേൾക്കുന്ന, അല്ലെങ്കിൽ ഇത് ഇന്നലെ തൊട്ട് അറിഞ്ഞു വരുന്ന എല്ലാവർക്കും തോന്നും. ഒരു കുടുംബത്തിലെ 4 പേരെയും കയറി അടിച്ചു കൊല്ലുക എന്നെല്ലാം പറഞ്ഞാൽ നമ്മൾ അത് ഒരു തരത്തിൽ നമുക്ക് അംഗീകരിക്കാനോ അല്ലെങ്കിൽ ഉൾക്കൊള്ളാനോ പറ്റില്ല. അത് ഈ നാട്ടിലാണെങ്കിലും ഈ വീട്ടിലാണെങ്കിലും ഇപ്പോൾ അത് ആണ് ഈ ആളുകളടക്കമുള്ളവർ പറയുന്നതും. എങ്ങനെ സാധിച്ചു ഇത്തരത്തിലൊരു ക്രൂരത ചെയ്യാൻ, എന്താണ് ഇതിനുള്ളൊരു കാരണമെന്ന് ഇപ്പോഴും ഒരു ആളുകൾക്കാർക്കും ഒരു വ്യക്തത വന്നിട്ടില്ല. മതപരമായിട്ടുള്ള ചടങ്ങുകളൊക്കെ നടക്കുകയാണ്. സംസ്കാരം അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും. ഉഷയുടെ സഹോദരിയുടെ വീട്ടിലേക്കാണ് ഈ മൃതദേഹം എത്തിച്ചിരിക്കുന്നത്. ഇന്നലെ ഈ സംഭവം നടന്ന ആദ്യം ആ വീട്ടിലേക്ക് ഓടിയെത്തുന്ന വിജയ എന്ന് പറഞ്ഞ പേരുള്ള ഒരു അയൽവാസിയാണ്. അവർ ആദ്യത്തെ പ്രതികരണത്തിൽ തന്നെ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ആ വീട്ടിലേക്ക് ഓടിക്കയറുമ്പോൾ തീർത്തും രക്തം തളം കെട്ടിക്കിടക്കുകയായിരുന്നു. ഒപ്പം തന്നെ ഇവരുടെ മക്കളായിട്ടുള്ള അവനിയും അതായത് വിനിഷയുടെ 2 മക്കൾ, അവനെയും ആരാധ്യയും, അവരെയാണ് നമ്മൾ ആ ദൃശ്യങ്ങളിലും കാണുന്നത്. അവർ എന്ത് ചെയ്യണമെന്നറിയാതെ കുഞ്ഞുങ്ങൾ വാവിട്ട് നിലവിളിക്കുന്ന കാഴ്ചയുമായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്കൊന്ന് സങ്കല്പിക്കുന്നതിൽ അപ്പുറത്തേക്കാണ്.